സച്ചി ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയതല്ല അളിയൻ കേട്ടതല്ലേ? അത് ശരിയാണോ? എന്ത്? സച്ചി അയാളുടെ ഭാര്യയുടെ ഫോട്ടോ അളിയൻ എപ്പോഴേലും കാണിച്ചിട്ടുണ്ടോ? അളിയൻ എന്താണെന്നും മിണ്ടാത്തെ? സച്ചിയുടെ ഭാര്യയെ അളിയൻ അറിയാമോ? മാഡത്തിന് എന്തോ പ്രത്യേക പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എനിക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട് മൂർത്തി. മൂർത്തി ഇനി സച്ചിയെ കൊല്ലണ്ട. ഹേട്ടനെ തട്ടാൻ നമുക്ക് അനിയനെ തന്നെ ഏൽപ്പിച്ചാലോ? എനിക്ക് വേണ്ടി അവൻ പോയി സച്ചിയെ കൊല്ലണം. കൊല്ലും, കൊല്ലിക്കും ഞാൻ. ആ മോളോ, വാ വാ മോളെ. ആ മോളെ, നിങ്ങളെപ്പോഴാ ആശ്രമത്തിൽ നിന്ന് വന്നേ? അവരെവിടെ? അപ്പോ സച്ചി ഇതുവരെ എത്തിയില്ലേ? ഇല്ല, അതിന് നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്? ആ പിന്നെ ആശ്രമത്തിലെ കാര്യങ്ങളൊക്കെ എന്തായി മോളെ? ശോഭനയുടെ മരുമോൾക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയോ? ആ ചേച്ചി എപ്പോഴാ എത്തിയേ? സച്ചേട്ടനെവിടെ? അത് പിന്നെ ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചല്ല തിരിച്ചു പോകുന്നത്. സച്ചിൻ നേരത്തെ പോന്നു. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ കാണുന്ന കരുതിയാ വന്നത്. ഇല്ല, സച്ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നില്ല. കാലത്ത് മുതലേ ഞങ്ങൾ ഫോൺ വിളിക്കാം, ഇതുവരെ കിട്ടിയതുമില്ല. മോളെ, വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഞാൻ സച്ചി വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട്. അല്ല, ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഓട്ടം കിട്ടിക്കാണും, അതുകൊണ്ടായിരിക്കും വരാത്തത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ അമ്മേ? വരുമ്പോ ഞാൻ വന്നിരുന്നു പറഞ്ഞാൽ മോളെ ചായ കുടിച്ചിട്ട് പോ. വേണ്ടമ്മേ, എനിക്ക് വേറെ 1-2 സ്ഥലത്ത് പോകാനുണ്ട്. ഞാൻ ചെന്നിട്ട് വിളിക്കാം. അമ്മേ, ആരതി ചേച്ചി പെട്ടെന്ന് പോയതെന്താ? അവര് രണ്ടുപേരും കൂടല്ലേ ആശ്രമത്തിൽ പോയത്? എന്നിട്ടിപ്പോ ചേച്ചി സച്ചേട്ടനെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. അമ്മേ, ഇതിലെന്തോ പന്തികേടുണ്ടേ. നീ സച്ചി ഒന്നുകൂടെ വിളിച്ചു നോക്കി. അമ്മേ, ഞാൻ കുറച്ചു മുന്നേ വിളിച്ചു നോക്കിയതാ, ഫോൺ സ്വിച്ച് ഓഫാ. എന്റെ ദൈവമേ, ഈ ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഇവരത് എവിടെ പോയി? ഓടിച്ചാടി മതിച്ച് നടക്കുമ്പോ ആരും ചിന്തിക്കില്ല ഇതുപോലെ ഒരു വാക്കറിന്റെ താങ്ങ് ചിലപ്പോ നമുക്കും വേണ്ടി വരുമെന്ന്. എന്തായാലും ഇത്രത്തോളം ആയില്ലേ? ഇനി നമുക്ക് കുറച്ച് ഫിസിയോതെറാപ്പി ഉണ്ടെന്ന് തുടങ്ങണം. കുറച്ചുകൂടി വേഗത്തിൽ. ഈ വാക്കറിന് സഹായം ഇല്ലാതെ നടക്കണം. എത്ര വേഗം എനിക്ക് തിരിച്ച് യൂണിഫോം ഇടണം. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. സമ്പ്രദയുടെ കാര്യത്തിൽ ഇനി എന്താ പ്ലാൻ? മുടങ്ങിപ്പോയ പൂജ ഒരിക്കൽ കൂടി നടത്തുന്നുണ്ടോ? സച്ചി കാരണം സമാധാനമില്ലതായി. പിന്നെ അതേക്കുറിച്ചൊന്നും സമൃദ്ധിയോട് പറയാനും പറ്റില്ല. ഇതെല്ലാം അവളെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. അയാൾ ഇവിടെ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സമൃദ്ധിയുടെ കഴുത്തി കിടക്കുന്ന താലി, അത് ഞാൻ കെട്ടിയതല്ലാത്തിടത്തോളം കാലം ഞാൻ വീണ്ടും വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലേക്ക് പോവാ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപമില്ല രാജീവേ. സച്ചി ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയാം. എന്നാലും എൻ്റെ മനസ്സിൻ്റെ സംശയം തീർക്കാൻ വേണ്ടി ഒന്ന് ചോദിക്കുക. എന്താളിയ? സച്ചി ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയതല്ല അളിയൻ കേട്ടതല്ലേ? അത് ശരിയാണോ? എന്ത്?
സച്ചി അയാളുടെ ഭാര്യയുടെ ഫോട്ടോ അളിയൻ എപ്പോഴേലും കാണിച്ചിട്ടുണ്ടോ? അളിയൻ എന്താണെന്നും മിണ്ടാത്തെ? സച്ചിയുടെ ഭാര്യയെ അളിയൻ അറിയാമോ? ഇല്ല, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എനിക്ക് അറിയില്ല. ഓ, ഇപ്പോഴാ എനിക്കൊന്ന് ശ്വാസം നേരെ വീണത്. ഈ പഴമക്കാര് പറയുന്ന പോലെ എല്ലാ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന് പറഞ്ഞ ശരിയാ. ഇന്ന് അളിയന് ഞാൻ വിളമ്പി തരുന്നു ഭക്ഷണം. അമ്മേ, അളിയനോട് കള്ളം പറയേണ്ടി വന്നില്ല. എനിക്ക് ഒട്ടും ദുഃഖമില്ല. ഞാൻ കാരണം അളിയന്റെ ജീവിതം ഒരിക്കലും തകരില്ല. അർച്ചനയല്ലാതെ മറ്റൊരു പെൺകുട്ടി സച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഏത് സാഹചര്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഞാൻ തന്നോടൊപ്പം ഉണ്ടാവും. മരണമെന്ന വേർപിരിയിലല്ലാതെ ഞാൻ തന്നെ വിട്ടു പോവില്ല. ഐ ലവ് യു അർച്ചന. സമൃദ്ധ, സമൃദ്ധ, സച്ചിയെ തനിക്കറിയാമോ? ഗൂഗിളിന്റെ സുഹൃത്തല്ലേ? അയാളുടെ കഥകളൊക്കെ ഗൂഗിൾ എത്ര തവണ എന്നോട് പറഞ്ഞിരിക്കുന്നു. സൗഹൃദം ഇത്രയും കുഴപ്പമെന്ന് ഞാൻ കരുതിയില്ല. സച്ചി പൂർണ്ണമായ ഒരു മാനസികരോഗിയായി. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എനിക്ക് തോന്നുന്നത് അയാളുടെ ഭാര്യയും മകളും ജീവിച്ചിരിപ്പില്ല എന്ന്. ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീയും കുഞ്ഞും ഇതിനോടങ്ങ് തിരിച്ചു വരില്ലായിരുന്നോ? പക്ഷേ അത് അംഗീകരിക്കാൻ അയാളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. നമുക്ക് ഈ പ്രശ്നമൊന്നും അത്ര നിസ്സാരോടെ തള്ളിക്കളയാൻ പറ്റില്ല. നാളെ ഇനി ഇത് ആവർത്തിക്കരുത്. അതുകൊണ്ട് പോലീസിലൊരു പരാതി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. താനെന്ത് പറയുന്നു?